ലോകമെമ്പാടും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് യോഗ എന്നുള്ളത്. കുട്ടികളാവട്ടെ, യുവാക്കളാവട്ടെ, വൃദ്ധന്മാരാകട്ടെ, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി യോഗ ചെയ്യുന്നതും അത് പ്രചരിപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. പല സിനിമാ താരങ്ങളും ഇതിൻ്റെ പിന്നാലെയുണ്ട്. എന്നാൽ യോഗ എന്ന് പറയുന്ന ഈ വാക്കിനെക്കുറിച്ച് അറിയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇത് അഭ്യസിക്കാൻ മടിച്ചു നിന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുന്നത് ഒരു 37 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അന്ന് ഈ യോഗ അഭ്യസിക്കുകയും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുകയും ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സമചിത്തരായിട്ടുള്ള യോഗാചാര്യന്മാരെ കൂട്ടുപിടിച്ച് ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച യോഗാചാര്യൻ ശരത് കുമാറാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം. എന്തുകൊണ്ടാണ് സാറ് യോഗ ഇങ്ങനെ അഭ്യസിക്കണമെന്നും അഭ്യസിപ്പിക്കണമെന്നും ഒരു വിചാരം വന്നത്? SLC പഠിക്കുന്ന സമയത്ത് ഇവിടെ നാഷണൽ ബുക്ക് സ്റ്റാളിൽ NPS ആണിത്, നമ്മുടെ ഡേവിസൺ തിയേറ്ററിൽ അവിടെ ഒരു ബുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമുണ്ട്. അപ്പോൾ നമ്മളന്ന് 20 റുപ്യ അടച്ചാൽ ആ സ്കീമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടുന്ന് പുസ്തകം വാങ്ങുക. ആ സ്കീം കഴിയുമ്പോൾ നമ്മൾ പുസ്തകം വാങ്ങുക. അന്ന് സ്വാമി വിഷ്ണുദേവാനന്ദ സരസ്വതി എൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദരിക്കുന്നതാണ്. സ്വാമിജീൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, യോഗാഭ്യാസം ഒരു സചിത്ര സമാഹാരം എന്നാണ്. മലയാളത്തിൽ കിട്ടുന്ന നല്ലൊരു ടെക്സ്റ്റ്, വലിയൊരു ടെക്സ്റ്റാണ്. അതിനന്ന് വില 35 റുപ്യ വിലയുള്ള. അപ്പോൾ ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഫിയർ ഉണ്ട്, നമുക്ക് ഒരു പേടിയുണ്ട്. ഇത് ചെയ്താൽ തെറ്റിയാൽ എന്തെങ്കിലും പ്രശ്നമാകും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ അത് പുസ്തകം വായിക്കുന്നത് ചെയ്യാനുള്ള പരിശ്രമം നടത്തുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഈ വയറിനൊരു പ്രശ്നമുണ്ട്, വയറിനൊരു അസുഖമുണ്ട്. അപ്പോൾ ഇത് യോഗ ചെയ്താൽ മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും, പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ ഫിയർ കാരണം നമ്മളവിടെ വെച്ച് പിന്നെ നമ്മൾ അന്വേഷിക്കുകയാണ് ഈ യോഗ ടീച്ചർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അന്ന് കോഴിക്കോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആനിഹാളിൽ ഒരു അച്യുതൻ മാഷുണ്ടായിരുന്നു. അപ്പോൾ അച്യുതൻ മാഷടുത്ത് പോയി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് ചെയ്യാൻ അത്ര താല്പര്യം തോന്നില്ല. പിന്നെ നിരന്തരം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യോഗ ടീച്ചറെ. അന്ന് നമ്മൾ വീടുകളിൽ അന്ന് ശർക്കരയൊക്കെ പേപ്പറിലാണല്ലോ പൊതിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശർക്കര പൊതിഞ്ഞുകൊണ്ട ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു പരസ്യമുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. അന്നേരം അന്ന് സ്വാമി മാഷ വീട്ടിൽ തിരഞ്ഞു പോവുകയാണ്. മാഷ അന്ന് ഗിരിനഗർ കോളനി TK നാരായണൻ, അവരാണ് ആദ്യത്തെ നമ്മളെ ഗുരു എന്നാണ്. അപ്പോൾ TK നാരായണൻ്റെ അടുത്ത് പോയ സമയത്ത് മാഷടുത്ത് പോയപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ ഗാന്ധിഗ്രഹത്തിൽ ക്ലാസ് ഉണ്ട്, അവിടേക്ക് വരാം. അങ്ങനെ ഗാന്ധിഗ്രഹത്തിൽ പോകുന്നത്, അങ്ങനെ അവിടെ ചേരുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു 79-ന് ശേഷമാണ്, 81 കാലത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി അന്ന് മാഷ് ആയിട്ട് പരിചയം അടുപ്പായി. അന്നേരം ഒരു ദിവസം എന്നോട് ചോദിച്ച് ശിവാനന്ദ ആശ്രമത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, പോകുന്നു. അപ്പോൾ എനിക്കറിയില്ല വീട്ടിൽ ചോദിച്ചാൽ വിടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് ചോദിച്ചു, ജേഷനോട് ചോദിച്ചു പറഞ്ഞാൽ പോയിക്കോളാം പറഞ്ഞു. അങ്ങനെ TTC ചെയ്യും. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ കയ്യിലുള്ള പുസ്തകം എഴുതിയത് സ്വാമി വിഷ്ണുദേവാനന്ദ സ്വാമി, അവരെ ആശ്രമമാണത്, ശിവാനന്ദ ആശ്രമം നടന്ന അവരാശ്രമം. അവരെ ശിഷ്യനാണ് ഇപ്പോൾ പറഞ്ഞ TK നായർ. അപ്പോൾ TK നായർ അന്ന് അവിടെ ആശ്രമത്തിൽ സർവേ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് വളണ്ടിയറായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ്, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ശിവാനന്ദ ആശ്രമത്തിൽ ട്രെയിനിങ് ചെയ്യും, ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്യും. അന്ന് യോഗ ക്ലാസ്സിൽ പോയത് ഇപ്പം പറഞ്ഞ് ഒരു മടിച്ചിട്ടാണ്, സുഹൃത്തുക്കളൊന്നും അറിയില്ല, കോളേജിൽ പഠിക്കുന്ന ആരും അറിയില്ല. വീട്ടിൽ പറയുന്ന അന്നൊരു തുണീൻ്റെ കിറ്റ് ഉണ്ട് അക്കാലത്ത്, ഒരു കയറൊക്കെ ആയില്ല. അതിൻ്റെ അകത്ത് ബെഡ്ഷീറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കാൻ പോകാമെന്ന് അറിയില്ല. അവർ ചോദിച്ചാൽ കളിക്കാൻ പോകും, യോഗ എന്ന് പറയില്ല. യോഗ എന്ന് പറഞ്ഞാൽ മോശമാണ്, കുറവാണ്, പ്രായമുള്ള ആൾക്കാർ ചെയ്യുക, യങ്സ്റ്റേഴ്സൊന്നും ചെയ്യുന്ന സംഗതിയല്ല, കളിയാക്കും. അതുകൊണ്ട് ആരോടും പറയാണ്ടാണ് പഠിച്ച്. അങ്ങനെ അവിടെ ക്ലാസ്സിൽ പോയി പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്ത് തിരിച്ച് വന്ന് ഗാന്ധിരത്ത് തന്നെ ഞാൻ പഠിച്ച അതേ ഹോളിൽ തന്നെയാണ് ക്ലാസ് തുടങ്ങിയത്. ആദ്യമായിട്ട് അവിടെ തന്നെയാണ് തുടങ്ങിയത്. പിന്നെ ഇത്രയും കാലം ശിവാനന്ദ ആശ്രമത്തിൻ്റെ ആ ഒരു പേരിൽ ഈ സെൻറ്ററിങ് നടത്തി. അന്ന് ആ യോഗ ക്ലാസ് പോയത് ഇന്നും ഓർമ്മയുണ്ട്, നല്ല വ്യക്തമായിട്ടുള്ള ആ ഗാന്ധിരത്തിലെ ഹോളൊക്കെ ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറാണ് ആ ക്ലാസ്സിൽ പോയത്. അന്നത്തെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആളുകൾ കുറച്ചും കൂടി വൃദ്ധന്മാരായിരുന്നു വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ അതിൻ്റെ വ്യത്യാസമുണ്ടോ? ഇന്ന് അതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ, അല്ലെ ചേരാൻ വരുന്ന ആളുകളുടെ വയസ്സിനും ആഗ്രഹങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടോ? വയസ്സിൽ ഏകദേശം എല്ലാ പ്രായത്തിലുള്ള ആളുകളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആളുകൾ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നമ്മളിപ്പോൾ കൺസ്യൂമർ യുഗത്തിലാണ് ജീവിക്കുന്നത്, കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണല്ലോ. സെൻറ്റിമെൻറ്റ്സ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ, സെൻറ്റിമെൻറ്റ്സ് കുറവുള്ള കാലത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പഠിപ്പിക്കുമ്പോൾ ബന്ധങ്ങളുണ്ട്, ടീച്ചറും പഠിപ്പിക്കുന്ന ആളും തമ്മിൽ ബന്ധം വളരെ ഡെഡിക്കേറ്റഡാണ്. പിന്നെ അന്ന് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്.
ഇപ്പം ഞാൻ ഗാന്ധിരത്തിൽ തുടങ്ങുമ്പോൾ ഞാനൊരു 100 രൂപ ഫീ 3 മാസത്തേക്ക് 100 രൂപ ഫീ ആയിട്ടാണ് 30 രൂപ ഫീയിലാണ് പഠിപ്പിക്കുന്ന ആൾക്കാരെ. അപ്പോൾ അന്നത്തെ ആ 100 രൂപ ആളുകൾക്ക് വിലയുണ്ട്. ഇപ്പോൾ ആളിൽ നമ്മൾ തരുന്ന ഫീലൊന്നും അത്ര വലിയ ഒരു പൈസക്കൊന്നും വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഒരു ഇൻറ്റൻസിറ്റി കുറവാണ്, പിന്നെ ഡെഡിക്കേഷനും കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആളിൽ യോഗ ചെയ്യാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. പ്രായത്തിൻ്റെ അന്നത്തേനെക്കാട്ടിയും പ്രായം കൂടുതലുള്ള ആളുകളുന്നുണ്ട്, യങ്സ്റ്റേഴ്സുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സിന് യോഗയിൽ പിടിച്ച് നിൽക്കാൻ പ്രയാസമാണ്. അത് യോഗേൻ്റെ പൊതു സ്വഭാവം എന്താ വെച്ചാൽ മെലിയും. യോഗ ശരിക്കും സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ മെലിയും. അപ്പോൾ മെലിയുന്നത് യങ്സ്റ്റേഴ്സിന് അത്ര ഇഷ്ടമല്ല. ഇതിപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമായിരിക്കും, ആൺകുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമാവില്ല ഒരു പരിധി വരെ. ഇപ്പോൾ മെലിയ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്ന സമയത്ത്, ഇപ്പം ഞാൻ തന്നെ യോഗക്ക് പോയ കാലത്ത് ആളുകൾ എന്നോട് ചോദിച്ചാൽ വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ നമ്മൾക്ക് അവരെ ഫേസ് ചെയ്യാൻ മടിയാവില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പോയി കാണാം. അവരങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ട് നമ്മൾ അവരെ ഫേസ് ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ. അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ എന്നെ കളിയാക്കി, എന്തായിരുന്നു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ ആകെ ചാകാനായിക്കുന്നല്ല ചോദിക്കും. അത്ര മെലിഞ്ഞിട്ടുണ്ട്, വളരെ മെലിഞ്ഞിട്ടുണ്ട് ഞാൻ, വളരെ മെലിഞ്ഞ്. അപ്പോൾ അന്നവർ പറയും ഇത് ചെയ്തിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ നിൻ്റെ കാര്യം പോകാമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ മെലിയും, അതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമല്ല. പലരും പക്ഷേ വെയിറ്റ് മാനേജ്മെൻറ്റിന് മാത്രമായിട്ട് യോഗ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്, താൽക്കാലികമാണത്. അപ്പോൾ നമ്മൾ പറയും താൽക്കാലികമായാലും സത്യമില്ല എന്നാണ് പറയും. താൽക്കാലികം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യോഗ സെൻ്ററിലൊക്കെ കാണുന്ന ട്രെൻഡ് എന്താണെന്നാൽ, ഇപ്പോൾ വീട്ടിലൊരു കല്യാണം വരിക, അല്ലെങ്കിൽ മക്കൾ അമേരിക്കയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്, അവരുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പിന് വരുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് ആ കാലത്തേക്കുള്ള അത് നമ്മൾ പറയും തട്ടിക്കൂട്ടിയ യോഗ ക്ലാസ്, അതിന് വരുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ സീരിയസ് ആയിട്ട് റെഗുലറായിട്ട് വരുന്ന. അപ്പോൾ അങ്ങനെയുള്ളവർ സാറിനെ പോലെയുള്ളവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സാർ അതിനെ എന്ന് എത്ര ദിവസത്തെ ക്ലാസ് എങ്ങനെയാണ് അതിനെ പറഞ്ഞിട്ടില്ലെങ്കിലും അറിയും. ഇപ്പം ആൾക്കാർ ഒരു പറഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ച് ദിവസം അവരായിട്ട് ഇടപഴകിയാൽ അറിയും ഇവരെന്തിനാണ് വരുന്നതെന്നുള്ളത്. ശരിക്കും അറിയാം. ഞാൻ മനസ്സിലാക്കിയ, ഞാൻ ആദ്യം തന്നെ യോഗ പഠിപ്പിക്കുന്നത് സൈക്കാട്രിക് പേഷ്യൻസിനാണല്ലോ ഫസ്റ്റിൽ പഠിപ്പിക്കുന്നത്, ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന അവരെയാണ്. അപ്പോൾ നമ്മൾ യോഗ മനസ്സിലാക്കിയത് അവരിലൂടെയാണ് മനസ്സിലാക്കിയത്. അവരാണ് ശരിക്കും നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ട് യോഗ സെൻറ്റർ യോഗ ടീച്ചറാവണം, നിങ്ങൾക്ക് ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ശരിക്കും. അപ്പോൾ ഇത് വേഗം മനസ്സിലാവും. യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തായാലും. ഇപ്പം ഇന്ന് ഒരാൾ ജോയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളവരോട് ഇതാ നിങ്ങളുടെ പ്രശ്നം അതാ, അപ്പോൾ അവർക്ക് ഒരു ഞെട്ടലുണ്ട്, ഇതെങ്ങനെ അങ്ങനെ ഒരു കഴിവുണ്ട് യോഗ. നിങ്ങൾ എപ്പോഴും നമ്മൾ ഇത് ഡീൽ ചെയ്യുന്നൊരു സംഗതി. അങ്ങ് പറയുന്നത് ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കും യോഗ വളരെയധികം സഹായിക്കും തന്നെയാണ് പറയുന്നത്. യോഗ ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ, യോഗ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കുറയും. ആരും നിങ്ങളോട് പറയേണ്ട. നിങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡിനോട് മെല്ലെ വിടവാങ്ങും. അതിനോട് ഇഷ്ടം ഉണ്ടാവില്ല. അന്നേരം നമ്മൾ വെയിറ്റ് കുറയാൻ തുടങ്ങി, ഭക്ഷണത്തിലെ അളവ് കുറയാൻ തുടങ്ങി, വെയിറ്റ് കുറയും. പിന്നെ നല്ല സൗണ്ട് സ്ലീപ്പാണ്, ഡീപ്പായിട്ടുള്ള സ്ലീപ്പാണ്. നിങ്ങളൊരു 3:45 4 മണിക്ക് എഴുന്നേൽക്കും. നിങ്ങൾക്കൊരു പണിയില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കും. ഇപ്പോൾ ആൾക്കാർ ചോദിക്കില്ല ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാനാണല്ലോ. ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കും. ഇത് രണ്ടും പോസിറ്റീവ് സൈനാണ് യോഗേൻ്റെ. നിങ്ങളൊരു യോഗ ക്ലാസ്സിൽ പോയിട്ട് ഇത് രണ്ടും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യോഗ ചെയ്യുന്നത് ശരിയാണ്. ഇതൊരു ജിമ്മ് പോകുന്ന എക്സസൈസ് പോലെ കരുതുന്ന ആളുകളുണ്ട്. അതിനെ പറ്റിയിട്ട് രണ്ട് ടൈപ്പ് യോഗ. ഒന്ന് ഐസോമെട്രിക് എക്സസൈസാണ്, ഒന്ന് ഐസോട്ടോണിക് എക്സസൈസാണ്. യോഗ ഐസോട്ടോണിക് എക്സസൈസാണ്. നമ്മളെ ദൈനംദിന ജീവിതത്തിന് ശരീരം എങ്ങനെ മൂവ് ചെയ്യണം അതിന് ഈസി ആക്കുന്നതാണ് യോഗ. ഫ്ലെക്സിബിലിറ്റി മൂവ്മെൻറ്റ്സൊക്കെ ഈസിയായി, ഒരു സാധനം ലിഫ്റ്റ് ചെയ്യണം അതൊക്കെ ഈസിയാണ്. പക്ഷേ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 കിലോ പൊക്കാം. 100 കിലോ പൊക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മുടെ ലൈഫിൽ, ഇല്ലേ? ബാക്കിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ ഒരു ഇതിൽ പിന്നെ ഒന്ന് വേഗം ടയേർഡാവില്ല. യോഗ ചെയ്യുന്ന ആൾ മറ്റേ ആൾ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഈ ടയേർഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ രാവിലെ എഴുന്നേൽക്കണം യോഗ ചെയ്യാൻ വേണ്ടി, 5 മണിക്കാണ് യോഗ ചെയ്യുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ പലർക്കും അതിന് കഴിയാറില്ല. അപ്പം അതിൻ്റെ എഫക്റ്റ് കുറയോ, അല്ലെങ്കിൽ എന്താണ് ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അതിന് സ്പിരിച്വലായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നില്ല നമ്മൾ. ആ സമയമുണ്ട്, അത് പോസിറ്റീവ് റേസ് ഉള്ള സമയം തന്നെയാണ്. അത് രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കൊരു പരാതി ഉണ്ടാവില്ല. മറ്റാൾക്ക് പരാതി എനിക്ക് സമയമില്ല ഞാനെനിക്ക് ചെയ്യാം, മറ്റാൾക്ക് പരാതിയൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായാൾക്ക് ആളുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. മറ്റേ നല്ല തിരക്കിട്ട് ചെയ്യല്ലേ. തിരക്കിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആളുകൾ കാണുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ
ഒരു തട്ടിക്കൂട്ടി ഓരോന്നും ചെയ്യുന്നതാണ്. സമയമില്ല അവർക്ക്, അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം തന്നെ പാകം ചെയ്യുന്ന അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒരു മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട സാധനം അതൊക്കെ അരമണിക്കൂറാക്കി കൊടുക്കുക. അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇയാൾക്ക് യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്നും 3:45 എഴുന്നേറ്റാ. എന്തായാലും ഞാൻ 4 മണിക്ക് അലാറം വെക്കലുണ്ട് എല്ലാ ദിവസവും. കാരണം ഞാനത് ഉറങ്ങിപ്പോയാലോ വെച്ചിട്ട് എല്ലാ ദിവസവും 3:45 എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അലാറം ഓഫാക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. വീട്ടിലുള്ള എൻ്റെ ഭാര്യയ്ക്കും മോക്കൊക്കെ ഞാൻ ആദ്യം ചെയ്യുന്നതാണ് അലാറം ഓഫാക്കുന്നത്. 3:45 ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. ഏത് മഴയായാലും മഞ്ഞായാലും ഇനി ബന്ധായാലും അർത്ഥമായാലും എനിക്ക് ക്ലാസ് ഇല്ലെങ്കിലും ഞാൻ എഴുന്നേൽക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് അറിയാം. ഞാൻ ചോദിക്കുക നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങുന്നത്? അതിലെനിക്ക് നിങ്ങൾ ആൻസർ കിട്ടി. കുളിച്ചിട്ട് വേണം യോഗ ചെയ്യാൻ. അത് ശരിക്കും ഒരു ചോദ്യം തന്നെയാണ്. കുളിച്ചിട്ട് വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് കാശ്മീരിലോ ഇനിയിപ്പോൾ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ കുളിച്ചിട്ട് യോഗ ചെയ്യുന്ന ആട്ടിയിട്ടായിരുന്നു. കുളിക്കാനില്ലല്ലോ, അവിടെ കുളിക്കാനല്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ കുളി എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായിട്ടുള്ള പ്രവർത്തിയാണ്. വെള്ളത്തിന് എന്തായാലും ഒരു പരിശുദ്ധത ഉണ്ടല്ലോ. നമ്മൾ വെള്ളം പുണ്യാഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാമോദീസ പോകുക, ബാപ്റ്റൈസ് ആണെങ്കിലോ സുന്നത്താണ്, എല്ലാം വെള്ളം തളിക്കുന്നുണ്ട്. അതിൽ വെള്ളത്തിനൊരു പരിശുദ്ധത ഉണ്ട്. അപ്പോൾ അതിൽ ആ അർത്ഥത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ കുളിക്കുന്ന നല്ല